10 മിനിറ്റിൽ ഒരു വീട് ഉയരുന്നൊരു പദ്ധതിയുണ്ട്. അതായത് മണിക്കൂറിൽ 6 വീട്. ഒരു ദിവസം ശരാശരി 152 വീടുകളാണ് ഉയരുന്നത്. ആ പദ്ധതിയുടെ പേരാണ് ലൈഫ്. ശരിക്കും കേരളത്തിലെ ഭവനരഹിതർക്ക് ഒരു ആശ്വാസമാണ് ലൈഫ് പദ്ധതി. ഈ ലൈഫ് പദ്ധതിയിലെ ഗുണഭോക്താക്കളെ നേരിൽ കണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നൊരു യാത്ര നടത്തുന്നത്. ഓരോ ഗുണഭോക്താക്കളെയും മനസ്സിലാക്കുമ്പോഴും അവരുടെ അടുത്ത് പോയി അവരുടെ ജീവിതാവസ്ഥകൾ പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എത്രത്തോളം അർഹതപ്പെട്ടവർക്കാണ് ഈ വീട് കിട്ടിയിരിക്കുന്നത്. ലൈഫിൽ ഇതുവരെ 18,573 കോടി രൂപയാണ് സർക്കാർ ചെലവാക്കിയിരിക്കുന്നത്. അതിന്റെ ഗുണഭോക്താക്കളെ കാണുമ്പോൾ നമുക്ക് ഒരു ഹർഷം തോന്നും. കാരണം യഥാർത്ഥ ഗുണഭോക്താക്കളെ കണ്ടെത്തി ഈ പദ്ധതി തുക വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ഇതിൽ ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്. കയറിപ്പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു വഴിയാണ്. ഈ വഴിയില് താമസിക്കുന്ന, അതായത് അവിടെ വീട്ടിൽ താമസിക്കുന്ന ഒരു ചേട്ടനുണ്ട്, കാല് വയ്യാത്ത ചേട്ടനാണ്. ആ ചേട്ടന് ഒരു വീട് കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊന്ന് നേരിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വഴി നമ്മൾ കയറി പോണത്. ഇവിടെ എത്ര നാളായിട്ട് ജീവിക്കുന്നു? ഇവിടെ എന്റെ ഭർത്താവ് 50 വർഷം കൊണ്ട് താമസിക്കണം. ഞാൻ വന്നിട്ട് 30 കൊല്ലം കഴിഞ്ഞു. ഓ, കാല് വയ്യാതായത് നേരത്തെ? അല്ല, 5 വർഷം കഴിഞ്ഞു. 5 വർഷമായിട്ട്. അപ്പൊ 5 വർഷമായിട്ട് ഈ വഴിയിൽ ഇങ്ങനെ നടക്കുകയാണ്. ഇറങ്ങി ഇരുന്ന് ഇറങ്ങിയാണ് പോണത്. അവിടെ നിന്ന് വണ്ടി ഇറങ്ങി വരുന്നത് ഇങ്ങനെ നോക്കുന്നുണ്ട്. വീടിന്റെ ഉള്ളിലേക്ക് വണ്ടി, കാറ് വന്ന് ഇറങ്ങുന്ന അവസ്ഥയിലുള്ള വഴിയുള്ള ഒരു സ്പേസിലാണ് ഇപ്പോഴത്തെ വീട് നിൽക്കുന്നത്. ആ വീടിന്റെ പണി അവസാന ഘട്ടത്തിലേക്ക് പോവാണ്. അപ്പോ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾക്ക് വേണ്ടിയിട്ട് മുരുകൻ ചേട്ടന്റെ കൂടെ വന്നതാണ്. അവസാന ഘട്ട പണികൾ വിലയിരുത്തുമ്പോൾ മുരുകൻ ചേട്ടന്റെ മുഖത്തുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് കാണാം. അതാണ് ശരിക്കുള്ള ലൈഫ്. ഇത് കിട്ടിയപ്പോ എത്രത്തോളം ആശ്വാസവും സന്തോഷവും? എനിക്ക് ഒരു മനസ്സമാനമുണ്ട് ഇപ്പൊ. മറ്റേത് കാറ്റടിച്ച് പറക്കും എന്നുള്ള ഒരു ഇതായിരുന്നു. കാറ്റടിച്ച് പറന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിപ്പോ കാറ്റടിക്കൊന്നും മേടിക്കണ്ടല്ലോ, സുഖമായിട്ട് ഇരിക്കുക. നമ്മുടെ സർക്കാർ ഇത്രയും തന്നെ സഹായിച്ചില്ലേ, അതിന്റെ വലിയ പുണ്യം. മരിക്കുന്നവരെ കിടക്കാം. ചേച്ചി, ഇപ്പൊ ഞാൻ പറഞ്ഞു തരായിരുന്നു, ഇത് കണ്ടു കഴിഞ്ഞാൽ ലൈഫ് പദ്ധതിയുടെ വീടാണെന്ന് തോന്നുന്നില്ല. അത്രയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് എങ്ങനെയാ സാധിച്ചേ? നമുക്ക് നമ്മള് തീരെ 35 വർഷം വരെ വീട് വഴക്കം ചെന്ന് ഒട്ടും നിവൃത്തിയില്ലായിരുന്ന അവസ്ഥയിലാണ്. ഒരു മോന് സുഖമില്ല, മരുമോന് ഇതുപോലെ മാനത്തെ പ്രശ്നം. ആ സമയത്താണ് എനിക്കൊരു വീട് കിട്ടാൻ ഇതിനെ സഹായിച്ചത്. അപ്പൊ നമ്മളെ സന്തോഷമാണ്. സന്തോഷമാണ്, തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷമാണ്. ഭയങ്കര സന്തോഷം. അതെ, ഈ അവസ്ഥയിൽ നിൽക്കുമ്പോഴും അമ്മ സന്തോഷമാണെന്ന് പറയുന്നത് ഒരു ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ഒരു പോലും വയ്ക്കാൻ ആഗ്രഹിച്ചു പറ്റൂല എന്ന് വിചാരിച്ചാണ്. എന്റെ പുറകിൽ കാണുന്ന വീട് ശരിക്കും മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന അംഗങ്ങളുള്ള ഒരു കുടുംബത്തിനാണ് കിട്ടിയിരിക്കുന്നത്. വീട് എന്തുകൊണ്ടാ കിട്ടിയത്? ശരിക്കും കിട്ടിയത് പിന്നെ എനിക്ക് 2 പെൺകുട്ടികൾ, പിന്നെ എന്റെ അമ്മയ്ക്ക് മാനസികമായിട്ട് വയ്യ, ഗുളിക കഴിച്ചാണ് ഉണങ്ങണത്. അപ്പൊ അമ്മേരെ ഇത് വെച്ചാണ് മുൻഗണനയിലാണ് കിട്ടിയത്. മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്ന ആളുകൾ ഉള്ളത് കൊണ്ട്. അപ്പൊ അമ്മ ഇത് വെച്ചാണ് മുൻഗണന ലിസ്റ്റിൽ വന്നത്. ഞാൻ തൊഴിലുറപ്പിന് പൊയ്ക്കൊണ്ടിരിക്കുന്നു. പണിയൊക്കെ തീർന്നോ? പണി ഏകദേശം കഴിഞ്ഞു. നിങ്ങക്ക് ഈ സൈഡിൽ നോക്കിയാൽ അറിയാം, പഴയൊരു വീടിന്റെ ബാക്കി പോർഷൻ, കുറച്ച് പോർഷൻ അവരെങ്ങനെ നിലനിർത്തിയിട്ടുണ്ട്. അപ്പോ ഈ വീട്ടിലേക്ക് മാറിയതിന്റെ ഒരു ഹാപ്പിനെസ് മനസ്സിലാക്കാൻ നമുക്ക് അതൊന്ന് കണ്ടു നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. അമ്മ, ഇതെന്താ ഇങ്ങനെ തന്നെ ഇപ്പോൾ വെച്ചേക്കുന്നത്? ബാക്കി വെച്ചാൽ വല്ലതൊക്കെ വറക്കിയിടാന്ന് പറഞ്ഞ് വെച്ച്, പിന്നെ കാലം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. പഴയ വീടിന്റെ ഒരു ഓർമ്മയും കൂടെ കിട്ടുമല്ലേ? ഇപ്പൊ ഇവിടെ കയറി താമസിച്ചിട്ട് 1 വർഷമാവും. ഇപ്പൊ എന്താ വരുമാനമൊക്കെ എന്താണ്? എനിക്ക് കിട്ടണ പെൻഷൻ തന്നെ ഉള്ളൂ. ഇപ്പൊ അടച്ചുറപ്പുള്ള ഒരു വീട് കിട്ടി അല്ലേ? മറ്റേത് ഓടായിരുന്നോ? ആദ്യം ഓടായിരുന്നു, പിന്നെ സീറ്റായി, അങ്ങനെയൊക്കെ സീറ്റായി. പിന്നെ ഇപ്പോഴും ഞാൻ അവിടത്തെ ഒരു വിധി തന്നു. നമ്മള് സ്വപ്നം കണ്ടേക്കുന്നത് സ്ട്രക്ചറായി, കിടക്കാറായി. കൂടുതൽ സ്വപ്നങ്ങളൊന്നുമില്ല. 2 മക്കളെ എനിക്ക് പൊന്നുപോലെ 3 മക്കളെയും നോക്കണം. അവര് സന്തോഷമായിട്ട് കയറി കിടക്കണേ ഉള്ളൂ. അടച്ചുറപ്പുള്ള ഒരു വീട്, അതാണ് മനസ്സിലായത്. അത് പൂർത്തിയായി, അടിപൊളിയാണ്. പിന്നെ ബാക്കി പണി കൂടെ ഉണ്ട്. ഇനി അതും കൂടെ പൂർത്തിയായി എന്റെ മക്കളെയും കൂടെ എനിക്ക് സന്തോഷമായിട്ട് കൂടെ കിടക്കാം. ഇനിതാ ഭക്ഷണമൊക്കെ കഴിച്ചാ?
എന്തുണ്ട്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? പഴയ വീട് എന്തായിരുന്നു? പച്ചക്കല്ല് എന്ന് പറഞ്ഞാൽ മേൽക്കൂര എന്തായിരുന്നു? ഷീറ്റ് ആയിരുന്നു അല്ലേ? ആദ്യമേ ഷീറ്റ് ഇട്ടാതെ ഓടായിരുന്നു. അത് മാറ്റിയിട്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിയത്. നമ്മള് അവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരാൾ ഇവിടെ നിന്ന് അങ്ങോട്ട് വന്ന് അങ്ങോട്ട് ചെന്ന് പോകാൻ പോയില്ല. അത്ര ഇതായിരുന്നു. പഴയ വീട് അങ്ങനെയായിരുന്നു. ഇപ്പൊ താറ് വരുമല്ലോ. ഇപ്പോഴ് നമ്മൾ ഇത് കഴിഞ്ഞ അധികാരം വന്നതിന് ശേഷം അല്ല ഈ വഴി വന്നത് അടുത്താണ്. ഇത് എത്ര റൂമൊക്കെ ആയിരുന്നു? 2 റൂം. അപ്പൊ സമാധാനമായിട്ട് കെട്ടുറപ്പുള്ളൊരു വീട്ടിൽ കിടക്കാൻ പറ്റുന്നുണ്ടല്ലേ? വിനിതയുടെ വീട് ഞാൻ കണ്ടു. വിനിതയുടെ ഒരു ആ സ്വാതന്ത്ര്യം കാണുമ്പോഴത്തേക്ക് ഒരു സന്തോഷമാണ്.